പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിയോഗം പറയുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ പറയുക. ഇപ്പോഴേ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഭക്തിയോടെ വിശ്വാസത്തോടെ ശരണപ്പെടുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ദിനങ്ങളാണ്. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരനെല്ലാം ഞങ്ങളുടെ ഭവനങ്ങളിൽ പല ഭവനങ്ങളിൽ വന്നിട്ടുണ്ട്. ചില സമയത്ത് ബന്ധുക്കളൊക്കെ ആയിട്ട് വന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലിയ ഭാരപ്പെട്ടു പോണത് കാണാം. ചുരുക്കം ചില കുടുംബങ്ങളിലാണ് സന്തോഷിച്ച് പിരിയണത്. അപ്പോൾ അത് എപ്പോഴും ജാഗ്രത വേണ്ട ഒരു കാര്യമാണ്. കർത്താവ് ഞങ്ങളുടെ വീടിന് ചുറ്റും തിന്മയുടെ ശക്തി, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അന്തരീക്ഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനം സമാധാനം ആശംസിക്കാൻ അലച്ച കർത്താവെ, നിൻ്റെ നാമത്തിൽ ക്രിസ്മസ് രാവിലെ അങ്ങയുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, ആശീർവാദം, കർത്താവെ, സമാധാന ദൂതൻ ആ ഭവനത്തിലുണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അർഹതയുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈശോ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, അർഹതയില്ലെങ്കിലും ഇന്ന് സമാധാനം വേണം. കർത്താവിൻ്റെ ഒരു നല്ല ദിവസം അസ്വസ്ഥത ഉണ്ടാവരുത്. പല ഭവനെ അതുപോലെ തന്നെ പല വീടുകളിൽ സമാധാനം ഉണ്ടാകണം. ഒത്തിരിയേറെ വിഷയങ്ങൾ സാത്താൻ ദേവാലയത്തിലും പോകത്തില്ല. ക്രിസ്മസ് പാപകരമായ കാര്യങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഈശോയെ, അതിനുവേണ്ടി കരുതിക്കൂട്ടി പാപം ചെയ്യുന്നതിന് വേണ്ടി കൊപ്പ് കൂട്ടുന്നവരുണ്ട് ക്രിസ്മസ് കാലങ്ങളിൽ. അങ്ങനെ സാത്താൻ
വർഷിപ്പുകാരെ വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധുക്കളായി സ്വന്തപ്പെട്ടവരായി പലരും കടന്നു വരണത് വിവേചന ബുദ്ധി എടുക്കാൻ കുടുംബക്കാരെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അശുദ്ധ സാഹചര്യങ്ങളെ ബന്ധിക്കാൻ നിങ്ങൾ കഴിയണം. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെ സാത്താൻ സ്പർശിക്കാതിരിക്കണം. സർവോപരി സ്നേഹം വർദ്ധിക്കണം, ധാരണ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, പരസ്പരമുള്ള ഐക്യം വർദ്ധിപ്പിക്കണം. കർത്താവെ, എല്ലാത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കർത്താവ് ഈ ക്രിസ്മസ് ദിവസം തന്നെ കർത്താവ് പല വിഷയങ്ങളിലും സമാധാനം ഇല്ലാത്തവരുണ്ട്. ഈശോയെ, സാമ്പത്തിക വിഷയം കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്, പലതരത്തിലും അവർക്ക് ക്രിസ്മസ് ആണെങ്കിലും എല്ലാവർക്കും സന്തോഷിക്കുമ്പോഴും സന്തോഷമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തതിനെ പറ്റി സന്തോഷമില്ലാത്തവരുണ്ട്, ജോലി ഇല്ലാത്തതിനെ പറ്റി സന്തോഷമില്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നത് കൊണ്ടും അല്ലാതെ തന്നെ നാട്ടിലില്ലാത്തത് കൊണ്ടും സന്തോഷമില്ലാത്തവരുണ്ട്, മരണം നടന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ ക്രിസ്മസ് ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ സമാധാനം, അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം, അങ്ങാണ് ഞങ്ങളുടെ ക്രിസ്മസ്. അങ്ങയുടെ സാന്നിധ്യം എവിടെയുണ്ട് അത് അംഗീകരിക്കുന്ന ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അങ്ങയെ സ്വീകരിക്കുന്ന പോലെ തന്നെ കർത്താവെ, അമ്മ ഈ ശിശുവിനെ സ്വീകരിച്ചത് ഈശോയുടെ നാമത്തിലാണ്, ഈശോയുടെ നാമത്തിൽ തന്നെയാണ്, ദൈവപിതാവിൻ്റെ നാമത്തിലാണ് ശിശുവിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആട്ടിടയന്മാർ വന്നതും ആട്ടിടയന്മാർ സമ്മാനം പോലും തരാതെ പ്രാകൃത വേഷക്കാർ വന്ന് നോക്കി നിന്ന് പോയതും അമ്മയെ ഫീൽ ചെയ്തില്ല. ക്രിസ്മസിൻ്റെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, വഴിയേറി പ്രസവിച്ച പോലെ കണ്ടു നിന്നവരും പ്രസവം അറിഞ്ഞു വന്നവരും പോലും പ്രാകൃതരാണ്, അവർക്ക് ബന്ധമില്ലാത്തവരാണ്. എങ്കിലും അവരെ കണ്ടുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ്. കാര്യം അമ്മ ആ അപരിചിതത്വമെല്ലാം അമ്മ എടുത്തത് പിതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയത്തിൽ തുള്ളിച്ചാടുന്നുണ്ടാവും അമ്മ. കാര്യം വിശ്വാസമെന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലോ നമ്മൾ എടുക്കുന്നതാണ്. ക്രിസ്മസുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ദൈവപൈതലെ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള പ്രത്യേക അഭിഷേകം ഈ ഭവനങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്നവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവരും ക്രിസ്മസ് ഉണ്ടായിരുന്നവർ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ യാത്ര ചെയ്ത് പോയി കാണാം, ചിലപ്പോൾ എന്നേക്കുമായി യാത്ര പിരിഞ്ഞു പോകാം. ഏതായാലും അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും പോകേണ്ടതാണ്. ആർക്കും അതിൻ്റെ ഒഴിവില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് നെടുവേർപ്പെടേണ്ട ഒരു കഥയുമില്ല. മറിച്ച് ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെ അതിൻ്റെ മിതമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നിരാശകൾ മനസ്സിൽ നിന്ന് കളയാൻ കർത്താവിൻ്റെ മക്കളെ അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞുമക്കളുള്ള കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് കടന്നു ചെല്ലുകയും കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബ സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം സന്തോഷമാക്കി മാറ്റിയ പോലെ അമ്മയെ പരിശുദ്ധമ്മ ദൈവമാതാവ് ഈ ക്രിസ്മസിന് അങ്ങയുടെ നാമത്തിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ കയറി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ സംരംഭങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുസരിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്ര ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വിനോദങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വാഹനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ബന്ധുത്വങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ഭക്ഷണങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ, അത് പാകപ്പെടുന്ന സമയത്ത് കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ദൈവത്തിൻ്റെ സ്വന്തം ഭവനമെന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് അവകാശം ഓഹരിയുമാക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 പ്രാർത്ഥനയിൽ കർത്താവ് ഇപ്പോൾ പറഞ്ഞില്ലേ, അതാണിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സന്ദേശമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഗാഢമായി അമ്മ ചിന്തിച്ച ദിവസമാണ്. നമ്മളെല്ലാം ചിരിക്കണ ദിവസം അമ്മ ചിന്തിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇനിയൊരു പ്രസവമില്ലെന്ന് അമ്മയ്ക്കറിയാം. ആദ്യത്തെ പ്രസവം തന്നെ പെരുവഴിയിലായി. ഇത് ശരിക്കും ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രസവം വേണമെങ്കിൽ ഒരു കണ്ണും പകലും ഉള്ളതൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു.
ഒരു 4 മണി വൈകുന്നേരം 4 മണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ നിലവിളിയൊക്കെ കേട്ടിട്ട് നാട്ടുകാരൊക്കെ വന്ന് വല്ല വെള്ളം കൊടുത്തേക്കണം. സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പിറവി രാത്രിയിൽ നാട്ടുകാർ വന്ന് വെള്ളം കൊടുക്കണത് കാണിക്കുന്നുണ്ട്. ഈ ഫ്രാങ്കോസ് ജീസസ് നാസ്തത്തിൽ അങ്ങനെ സീനുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വരും ഇത് കാണുമ്പോൾ. കാര്യം പാതിരൊക്കെ പ്രസവിച്ച് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്, വെള്ളമ്പലും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. അതെന്താ വെച്ചാൽ അപ്പായ ഇതാണ് ഇതിൻ്റെ കൺട്രോളെല്ലാം കയ്യിലെടുക്കുന്നത്. അപ്പ പറയണത് ഇവൻ ആരോരുമില്ലാതെ കുരിശ് കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസവത്തിൽ തന്നെ ഇവള് ആരോരുമില്ല, ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരും ഇല്ലാതെ ആ കുരിശിനോട് നിൽക്കേണ്ട ആളാണ്. ഭയങ്കര ട്രെയിനിങ്ങാണ് കൊടുക്കണതേ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിൻ്റെ അകത്താണ് ഇതൊക്കെ. അതിൻ്റെ തന്നെ ഈ പാക്കേജൊക്കെ വരണത്, പെരുവഴി പാക്കേജൊക്കെ വരണത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഓർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാക്കി. അമ്മ വിജയിച്ചെങ്ങനെയാണ് അറിയാമോ? അമ്മ ഗാഢമായി ചിന്തിച്ചു. എന്താണ്? അന്നമ്മയുടെ കൂടെ കുഴമ്പ്, തുണി, പോഷകാഹാരങ്ങൾ എല്ലാമായിട്ട് ജീവിച്ച ആളാണ്. പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ, വെള്ളിടി പോലെ കിർണേസ് സീസറിൻ്റെ സെൻസസ് വരണത്. സെൻസസ് വന്നതോടുകൂടി എല്ലാം തകിടം പറഞ്ഞ് കെട്ടുമ്പാണ്ടും എടുത്ത് പോകേണ്ടി വരും. ഇപ്പോൾ ചില ക്രിസ്മസ് ദിവസമൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ, യുദ്ധം നടക്കണ കാരണം പെട്ടെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സങ്കടമായ ഭവനങ്ങളിൽ. എന്താ കാര്യം? യുദ്ധം നടക്കണ കാരണം പട്ടാളക്കാരെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. പക്ഷേ അവരൊന്ന് ലീവിന് വന്ന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കൈമോശം വന്നു പോകും. ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ട്രെയിനിങ് ഉണ്ടാകണം എന്നുള്ള ദൈവത്തിൻ്റെ നിലപാട്. അതായത് ദൈവം നമുക്ക് തരണം. അതുകൊണ്ടാണ് ദൈ വിൽ ഡൺ, ദൈ കിങ്ഡം കം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പം ദൈവ തിരുമനസ് എന്ന് പറയുന്നത് ഏത് സമയത്ത് കിട്ടിയാലും അമ്മ സ്വർഗസ്ഥനായ പിതാവ് ശരിക്കും പറഞ്ഞാൽ അനുഭവ പ്രാർത്ഥനയാണ് ദിവസമാണ്. കാര്യം പെട്ടെന്നാണ് സെൻസസ് വരണത്, പോകാതിരിക്കാൻ പറ്റത്തില്ല. ആശുപത്രിൻ്റെ കൂടെ ആൾ പോകും. ആൾ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ബന്ധുക്കളിൽ നിന്ന് അകറ്റുകയാണ്. നമ്മൾ വായിക്കുന്നില്ലേ, അല്ലയോ രാജ്ഞി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ച് കേട്ടാലും ബന്ധുജനങ്ങളെ വിസ്മരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 45-ാം സങ്കീർത്തനം 45-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. 45-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. മകളെ കേൾക്കുക, മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് കേൾക്കുക. എന്താണ്? നിന്റെ സ്വന്തം ബന്ധുജനങ്ങളെയും പിതൃജനങ്ങളെയും വിസ്മരിക്കുക. പെട്ടെന്നായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളെ വിസ്മരിക്കാൻ പറയണത്. അതായത് ഇതാ കർത്താവിൻ്റെ ദാസ്യം അമ്മ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഈ പാക്കേജ് ഉണ്ട്. കർത്താവിൻ്റെ ദാസ്യം അന്ന് ലൂക്ക 1:38 എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ദേവപിതാവിന് അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ഏത് സമയത്തും ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിരിക്കുകയാണ്. ദൈവത്തിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ എഴുതി കയറ്റാം. അങ്ങനെ കോടികൾ എഴുതി കയറ്റുകയാണ്. എന്താണ്? ഒരു സ്ത്രീ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് 72 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഒരു മനുഷ്യന്മാരും ഈ സമയത്ത് വിളിച്ചുകൊണ്ട് വീട്ടിൻ്റെ പുറത്തിറക്കി കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസ്യം അമ്മ പറഞ്ഞപ്പോഴേ അമ്മ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതാണിപ്പോൾ ഗാഢമായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത്. എന്താണ്? അപ്പായോട് അന്ന് പറഞ്ഞതല്ലേ, ഇതാ ഞാൻ ഒരു അടിമപ്പെണ്ണാണെന്ന്. ഇതാ കർത്താവിൻ്റെ ദാസി, ഞാനൊരു അടിമപ്പെണ്ണാണ്, എന്നെ കൊല്ലാം, തിരിണെ തിന്നാം, വെള്ളത്തിൽ കൊണ്ടു വെച്ച് ഞാൻ അവിടെ ഇരിക്കും, വെയിലത്തിൽ കൊണ്ടു വെച്ച് ഞാൻ അവിടെ ഇരിക്കും, എല്ലാം എൻ്റെ ഇഷ്ടം. അങ്ങനെ കംപ്ലീറ്റ് സമർപ്പിതയായത് കൊണ്ടാണ് അമ്മയെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് അപ്പായി സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു സ്ഥലം. അപ്പയ്ക്ക് വേണമെങ്കിൽ ബദ്രഹേമിൽ രാജകൊട്ടാരം വരെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു, ഒന്നും കൊടുക്കത്തില്ല. ദൈവം തന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദൈവം തരാത്തത്. അത് ഹൃദയത്തെ സംഗ്രഹിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട്, അത് ഗാഠമായി ചിന്തിക്കാനും കാര്യമുണ്ട്. എൻ്റെ ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിലെ
എന്തെങ്കിലും ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരം നീ എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയോളം നിന്നെ ദൈവം ഉയർത്തുകയാണെന്ന് ഓർത്തുകൊണ്ട് അതിന് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യ ആരാധന നടക്കുകയാണ്. നമ്മൾ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നത്. അപ്പം നമ്മുടെ യോഗ്യതയല്ല ശരിക്കും. ശതാധിപൻ ഈശോനെ കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. അതാണ് മനുഷ്യരാശിയുടെ ഈശോയുടെ മുമ്പിലെ ഏറ്റവും സ്യൂട്ടബിൾ പ്രെയറാണ്. കർത്താവേ, ഏറ്റു പറഞ്ഞ്, കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പം നമ്മുടെ യോഗ്യത, നമ്മളെ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അമ്മയുടെ മാധ്യസ്ഥമാണ്. അപ്പം അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ യോഗ്യതയിലാണ് 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷയായത്. അല്ലാതെ ഒരു ആശയപരമായ രീതിയിൽ ഈശോ ഉള്ള ഇടത്ത് അമ്മയുണ്ടാകുമെന്നുള്ള ഒരു ബ്രോഡായിട്ടുള്ള പെർസ്പെക്റ്റീവിലല്ല അങ്ങനെ സംസാരിക്കണം. വളരെ പർട്ടിക്കുലറായിട്ട് അൾത്താറയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് ആരാധനയിൽ അമ്മ വന്നത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. അന്ന് എല്ലാവരോടുമായി ഞാൻ ആ സമയത്ത് പറഞ്ഞതാണത്. അന്ന് മുതൽ ഇന്ന് വരെ ദുരന്തത്തിനൊരു അറുതിയുമില്ല. പ്രാർത്ഥനയല്ലാതെ വേറെ ഇരുട്ടുകൊണ്ട് കൂട്ടുകടക്കാനുള്ള യാതൊരു മാർഗ്ഗം അതിൻ്റെ അകത്തില്ല. അതിപ്പോൾ നമുക്ക് വ്യക്തമായി. മനുഷ്യരാശി എത്ര കൊല്ലമായി എത്രയോ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞിട്ടും നമ്മളിപ്പോഴ് 0- അണ്വായുധങ്ങളുമായി F-52 വിമാനവാഹിനികൾ സൗത്ത് ചൈന കടലിലെ അഭ്യാസങ്ങൾ നടത്തുകയാണ്. അതിനേക്കാൾ വലിയ ദുരന്തം എന്താ ഉണ്ടാകാൻ പോണത്? സൗത്ത് ചൈന കടലിലെ ഒരു വിഭാഗം ഇപ്പുറത്തും ഒരു വിഭാഗം അപ്പുറത്തുമായിട്ട് അണ്വായുധങ്ങളുമായിട്ട് അഭ്യാസങ്ങൾ നടത്തുന്നു. ഇവിടെയുള്ള ഈ പൊട്ടമനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സംഭവം അണ്വായുധങ്ങളുമായിട്ട് അഭ്യാസങ്ങൾ, തീ കൊണ്ട് കളിയാണ്. തീ കൊണ്ട് കളിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം തീ കൊണ്ട് കളിച്ചത് അമ്മയാണ്. എന്ത് തീ കൊണ്ട് കളിക്കണം നീ, പക്ഷെ എന്ത് തീ കൊണ്ട് നീ കളിക്കണം എന്ന് പറഞ്ഞത് അമ്മയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേ അവിടെയാണ് തീ കൊണ്ടുള്ള കളി വരണത്. എന്താ പറയണത്? നിൻ്റെ അറിവ് കേടും ഒന്നും ദൈവതിരുസന്നിധിയിൽ പ്രസക്തമല്ല. വെദർ യു നോ ഓർ നോട്ട്. നിനക്കെന്തറിയാം എന്നുള്ളത്. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാൻ പാടില്ലാത്തൊരു ജീവിയാണ്. അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺസെൻസ് പരിപാടിയാണ്. അതിന് ഭയങ്കര 0.012 വെയിറ്റ് ഉണ്ട്, അത് താഴെയാണ് കിടക്കണത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാ ജനങ്ങൾ ചത്തുമാറുകയല്ലേ. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ അറിവ് കൊണ്ട് അതൊക്കെ ഒരു വലിയ കഥയൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, അറിവ് കൊണ്ടെന്ന് പറയണവൻ അറിയേണ്ട കാര്യം അറിയുന്നില്ല. അറിയേണ്ട കാര്യം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവില്ലായ്മ ദൈവതിരുസന്നിധിയിൽ ഏറ്റുപറയുന്നതാണ് മരിയൻ ഫോർമുല എന്ന് പറയണത്. ഇപ്പം നിൻ്റെ കുടുംബത്തിൽ കടങ്ങൾ കയറി 18 കോടി കടമുണ്ടായിരുന്ന ആൾക്കാർ സാക്ഷ്യം പറഞ്ഞില്ല. എങ്ങനെയാണ്? ഒറ്റ രാത്രി കൊണ്ടാണ് ചേഞ്ച് ചെയ്യണത്. നമുക്കറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് നാളെ ഓപ്പറേഷനാണ്, പക്ഷേ രോഗി ഒന്നെങ്കിൽ എന്താ അവസ്ഥയെന്നറിയത്തില്ല. ഇത് വളരെ റിസ്ക്കാണ്. നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ പണ്ട് MBBS മാത്രം പഠിച്ചിരുന്ന ഡോക്ടർമാർ നമ്മളോട് കാണുമ്പോൾ ചിരിച്ച് സന്തോഷമായിട്ട് കുഴപ്പമില്ല എന്നല്ലേ പറയണത്. ഇന്ന് MDയും
3 MD പിന്നെ സ്പെഷ്യൽ കോഴ്സും എല്ലാം എടുത്തിട്ട് അവർ പറയണത് റിസ്ക്കാണ് എന്നല്ലേ പറയണത്. അപ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് എന്തുമാത്രം സങ്കീർണമായ മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും റിസ്ക്കാണെന്നാണ് മനുഷ്യൻ പറയണത്. എന്നുവെച്ചാൽ അറിയില്ലല്ലോ. ഈ അറിയില്ലല്ലോ എന്ന് പറയണ സംഭവം അത് ദൈവത്തോടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഈ രോഗിയോട് പറയുമ്പോഴാണ് പ്രശ്നം വരണത്. ഡോക്ടർമാർ ഇത്രയും പഠിച്ചിട്ടും സങ്കീർണമായ ഉപകരണങ്ങൾ അവിടെ കയ്യിൽ ഇരുന്നിട്ട് റിസ്ക്കാണെന്നല്ലേ പറയണത്. പണ്ടങ്ങനെ പറയത്തില്ലായിരുന്നു. അപ്പോൾ അറിയില്ലെന്നാണ് പറയണത്. അമ്മയും അത് തന്നെയാണ് പറയണത്, അറിയില്ലല്ലോ. പക്ഷേ പറഞ്ഞ ആൾ എന്താണ്? ദൈവത്തോടാണ് പറയണത്. ദൈവത്തിലേ എൻ്റെയും നിൻ്റെയും അറിവില്ലായ്മ ആദരവോടെ, എളിമയോടെ, വിനയത്തോടെ പറയേണ്ടത് ദൈവത്തോടാണ് എന്നാണ് അമ്മ ഭാഷ്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ചല്ലേ സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, രോഗപീഡകളിലെന്നും ആശ്വാസ താരകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാത്രിയേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 2 തരം തീ കൊണ്ടുള്ള കളികളുണ്ട്. ഒന്ന് അണ്വായുധവും അഭ്യാസവും. അതൊരു തീ കൊണ്ടുള്ള കളിയാണ്. അത് നാശത്തിലേക്കുള്ള വഴിയാണ്. അമ്മ പറയണതും ഒരു തീ കൊണ്ടുള്ള കളിയാണ്. അമ്മ എന്താ പറയണത്? അറിയത്തില്ലല്ലോ എന്ന് പറയും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇപ്പോൾ ലൂക്ക 1:34 അനുസരിച്ചുള്ള വചനങ്ങൾ. അറിയില്ല, നിസ്സാരമല്ല. നീ ദൈവതിരുസന്നിധിയിൽ വന്നൊരു മനുഷ്യൻ ആദ്യം പറയേണ്ട സംഭവമാണ്. 3000 കൊല്ലം കൂടി നമ്മൾ അഡ്വാൻസ് ആയാലും നമുക്കൊന്നും അറിയാൻ പറ്റാത്ത അവസരം എത്തുവരും. അതുകൊണ്ട് കൊറോണ ഒരു പാഠമാണ് ശരിക്കും. എത്ര ഉയരത്തിലേക്ക് മനുഷ്യൻ പഠിച്ചാലും ഒരു വൈറസിൻ്റെ മുമ്പിൽ പോലും നിസ്സഹായമായി നിൽക്കുന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് അറിയില്ലല്ലോ എന്ന് പറയണത്. ഇതെങ്ങനെ സംഭവിക്കും? ഇതിനെ എങ്ങനെ തരണം ചെയ്യും? എങ്ങനെയാണ് ഈ കോവിഡിനെ തരണം ചെയ്ത് പഴയ ജീവിതത്തിലേക്ക് വരണത്? അറിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവം നൽകുന്നൊരു മറുപടിയുണ്ട്. പരിശുദ്ധ അമ്മയോടാണ് അത് പറയത്തുള്ളൂ. അതാണ് പ്രശ്നം. ഈ ചോദ്യം ദാവീദ് ചോദിച്ചാൽ ചിലപ്പോൾ പറയത്തില്ല. ഈ ചോദ്യം പത്രോസ് ചോദിച്ചാൽ പറയത്തില്ല. ചോദിക്കേണ്ട ആൾ ചോദിക്കണം. അതാണമ്മ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്വന്തം. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോടാണ് കർത്താവ്, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, പ്രത്യേക ദൈവം, ഏകസത്യ ദൈവം രഹസ്യം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇതിനെ രക്ഷപ്പെടാൻ മാർഗമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്നിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവാണ്? അത്യുന്നതൻ്റെ ശക്തി.
അപ്പോൾ നമ്മൾ എളിമയോടെ നിസ്സഹായ അവസ്ഥ ദൈവതിരുസന്നിധി വിനയത്തോടെ പറയുമ്പോൾ ദൈവം മനസ്സ് തുറക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാനുള്ള അടിസ്ഥാന നടപടികൾ ഒന്നാണിത്. എന്താണ്? അതുകൊണ്ടാണ് അമ്മ പറയുക, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. അതായത് ഉള്ളതുപോലെ അപ്പാ വേറെ മാർഗ്ഗമില്ല, കടങ്ങൾ പരിഹരിക്കാൻ മാർഗ്ഗമില്ല, വരുമാനം ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുടുംബനാഥൻ രോഗിയാണ് എന്ന് നമ്മൾ ദൈവതിരുസന്നിധി വിനയത്തോടെ പറയുമ്പോൾ, അത് വിനയത്തോടെയാണ് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് മരിയൻ കൃപ കിട്ടിയതുപോലെ നിനക്കും കിട്ടും. എന്താണ്? ദൈവം അവിടുന്ന് തൻ്റെ ദാസ്യം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:48. എന്താ അമ്മ പറയണത്? ഉള്ളതുപോലെ ദൈവദർശനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും, ദൈവശക്തി വരും. അപ്പം നമ്മൾ നീ രോഗിയാണ്, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ രോഗിയാണ്, എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്, എന്നെക്കൊണ്ട് ആശ്രയം ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിതമൊക്കെ ഇപ്പോൾ ഇരുട്ടിലാണ്, ഇത് എങ്ങനെ ഇതിനെ തരണം ചെയ്യും എന്ന് കർത്താവിൻ്റെ തിരുസന്നിധി നീ എളിമയോട് ചോദിക്കണം. അതാണ് അമ്മ ചെയ്തത്. അവിടെ അതാണ് പരിശുദ്ധ. ഇപ്പോൾ ലൂക്ക 1:35 നമ്മൾ എന്നാ പറഞ്ഞത്? ഇത് ഒരു പരിശുദ്ധാത്മാവ് ലഭിക്കാണ്ട് ഒരു മരിയൻ വേ ആണത്. മരിയൻ വേ എന്താണ്? എളിമയോടെ ദൈവതിരുസന്നിധി ഉള്ളതുപോലെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വഴിയുണ്ടാവും. എന്താണ്? ഇപ്പം നിൻ്റെ കടം, നിൻ്റെ കല്യാണം, നിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, നിൻ്റെ അയൽവാസിയുടെ തരത്തിൽ നിന്നോട് മെക്കെട്ട് കയറണത്, അതിർത്തി തർക്കം, വർഷങ്ങളായുള്ള കേസ്, ഇതെങ്ങനെ തരണം ചെയ്യും? എനിക്ക് അതിനുള്ള ആവതില്ലല്ലോ, രാഷ്ട്രീയമില്ലല്ലോ, എൻ്റെ വീട്ടിൽ അത്ര വോട്ടില്ലല്ലോ, ഇങ്ങനെ കുറേ സങ്കടങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അമ്മയാണ് ഇതിനൊക്കെ നമുക്കൊരു മാതൃക. അപ്പോൾ ഉള്ളതുപോലെ പറയാം, അപ്പാ ഇതെങ്ങനെ ഇതിനെ അതിജീവിക്കും? ഒരു മാർഗ്ഗമില്ലല്ലോ, തണ്ടും ത്രാണിയും ശശിയും ശമിഷിയും ഒക്കെ ഉള്ള അമ്പിടരൊന്നും എനിക്കില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളത്. അതിൻ്റെ ഞാനങ്ങനെ ആരുടെയും കഴുത്തേക്ക് കയറണമല്ല, ദൈവഭയത്തോടെ ഇല്ല എന്നൊക്കെ നമ്മൾ ഉള്ളതുപോലെ ദൈവത്തിനെ പറയുമ്പോൾ വിഷയം മാറും. എല്ലായിടത്തും അങ്ങനെ. അപ്പോഴാണ് ഉടനെ പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ഇനി നിൻ്റെ ശക്തിയല്ല. അതാ ലൂക്ക 1:35. അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അതാണ് തീ കൊണ്ടുള്ളൊരു കളി എന്ന് പറയണത്. അതൊരു കളിയാണ് പരിശുദ്ധാത്മാവ് വരണത്. തീനാമ്പുകളുടെ ഇപ്പം അപ്പോസ്തലന്മാരും ദൈവത്തോട് എന്താ ചോദിച്ചത്? ഞങ്ങൾ വിലയുമില്ല കൂലിയുമില്ല ഉള്ളവൻ ആത്മഹത്യ കൂടെ ഉണ്ടായിരുന്ന ആത്മഹത്യ ചെയ്ത് ഇല്ലേ, ഞാനാണെങ്കിൽ അങ്ങേ തള്ളിപ്പറഞ്ഞ് ആകപ്പാടെ കശ്മലനായി, ഒരു പിടിയും പാടില്ല, ഒരു പിടിപാടും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പത്രോസിന്. പത്രോസും ദൈവത്തോട് ചോദിച്ചതാണ്, അപ്പാ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ലഭിക്കുന്നത്. അതുകൊണ്ട് നടപടിയില്ലേ, നടപടി 2-ാം അധ്യായം 3-ാമത്തെ വാക്യമില്ലേ, അതൊരു തീ കൊണ്ടുള്ള കളിയാണ്. നമ്മുടെ തീ കൊണ്ടുള്ള കളി, വിശ്വാസിയുടെ തീ കൊണ്ടുള്ള കളി അങ്ങനെയാണ്. അണ്വായുധ അഭ്യാസങ്ങളല്ല മനുഷ്യരാശിക്ക് വേണ്ടത്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
ആത്മനദിയായി ഒഴുകേണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിനും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിനും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.